ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ മല്യോട്ട് പാലോട്ട് കാവിലേക്ക് പോവേന്നിട്ടാ. നമ്മളിവിടെ വിഷുവിളക്ക് മഹോത്സവമാണ് മല്യോട്ട്. അപ്പോൾ ഇന്ന് വിഷുവിളക്ക് മഹോത്സവത്തിൻ്റെ 3ാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഞാൻ ഇത്ര വരെ അമ്പലത്തിൽ പോയിട്ടില്ല, ഉത്സവം തുടങ്ങിയതിന് ശേഷം. അപ്പോൾ ആദ്യമായിട്ട് ഇന്ന് പോകുന്നത്ര കേട്ടാ. അപ്പോൾ അടിപൊളിയായിട്ട് അമ്പലം വഴിയിൽ മുതലേ അലങ്കരിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് ഇതെല്ലാ കൊല്ലം ഉണ്ടാവുന്ന കേട്ടോ. ഫുൾ ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് അമ്പലം കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഇത് നമ്മൾ പാലോട്ട് ദൈവത്തിൻ്റെ ഒരു LED കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ആ രൂപം. ഇത് മരത്തിൽ കുറേ ലൈറ്റിൽ തൂക്കിയിട്ടിട്ടുണ്ടായിന്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഭയങ്കര നമ്മളെ കുഞ്ഞുമകൾ നാടിൻ്റെ തന്നെ ഉത്സവമാണ് മല്യോട്ട് ഉത്സവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മല്യോട്ട് അമ്പലത്തിനുള്ളിലേക്ക് കയറുന്ന നടപ്പാതയാണ്. അതും അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ ചന്ത പറയാനില്ല, കുറേ ചന്തയുണ്ട്. ഇനി ഇത് 5 ദിവസമാണ് പരിപാടി. 5ാമത്തെ ദിവസം പിന്നെ ഇതിൻ്റെ ഇരട്ടി ചന്തയുണ്ടാവും. അപ്പം നമ്മൾ കുറച്ച് ഇതെല്ലാം കണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിന്. അപ്പോൾ ഇന്ന് തോറ്റലുണ്ട്, തെയ്യത്തിൻ്റെ തോറ്റമുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് കുറച്ച് ചന്തയെല്ലാം കറങ്ങിയിട്ട് വീട്ടിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ പോകുമ്പോൾ തോറ്റം തുടങ്ങുന്ന അത്ര ഇതെല്ലാം കൊടക്കാരന്മാരാണ്. അപ്പം കൊടക്കാരന്മാരെ നല്ല രസമാണ് കാണാൻ വേണ്ടി. കൊടയെ കൊണ്ട് കുലുക്കിയിട്ടെല്ലാം ഉള്ളത്. അപ്പോൾ അവരെല്ലാം വ്രതം എടുത്തിട്ടാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത്. അപ്പം 5 ദിവസം അവർക്ക് മല്യോട്ട് തന്നെ ആയിരിക്കും. മല്യോട്ട് എന്തെല്ലോ ചടങ്ങുകളുണ്ട്. അപ്പോൾ എല്ലാ ചടങ്ങും എന്നാന്ന് എനിക്ക് പറഞ്ഞു തരാനൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ എല്ലാ തെയ്യത്തിനും ഇങ്ങനെ തോറ്റത്തിനെല്ലാം ഉണ്ടാകുമ്പോൾ കൊടക്കാരന്മാർ കൊടയെല്ലാം എടുത്തിട്ടുണ്ടാകും. പിന്നെ നമ്മൾ പോയവരും അവർ ഉണ്ടായിനി. പിന്നെ അവർ കുളിക്കാൻ പോയിട്ടുണ്ടായിനി. കുളിച്ചിട്ട് വന്നിട്ട് ആദ്യം കൊടയെടുത്തിട്ട് ഇതിൽ കളിക്കുന്നുണ്ടായിനി. പിന്നെ തെയ്യത്തിൻ്റെ ഫുൾ ചുറ്റും ഉണ്ടായിനി ഇങ്ങനെ കൊടക്കാരന്മാരോടൊപ്പം. അപ്പോൾ ഇത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാം ചെറുപ്പകാലത്ത് മല്യോട്ട് ഉത്സവം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര എന്താ പറയേണ്ടത്, അത്രക്കും ഭയങ്കര വലിയ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ വിഷു കൈനീട്ടെല്ലാം കിട്ടിയാൽ നമ്മൾ അതെല്ലാം സൂക്ഷിച്ച് വെക്കും. എന്താ വെച്ചാൽ ആ കൈനീട്ടം കിട്ടിയ പൈസേനെ കൊണ്ടായിരിക്കും നമ്മൾ ചന്ത കറങ്ങൽ. അപ്പോൾ ആ കൈനീട്ടം കിട്ടിയ പൈസ എത്ര പോലെയാണെങ്കിലും നമ്മൾ ഒരു 5 പൈസ ഞാനൊന്നും കളയലില്ല കേട്ടോ ആ സമയത്ത്. അന്നേരം ഫുള്ള് ചന്തയിൽ കറങ്ങും. വേണ്ട സാധനമെല്ലാം അന്നേരം ആ പൈസേനെ കൊണ്ട് വാങ്ങും. കമ്മലും വളയും മാലയും അങ്ങനെയെല്ലാം പണ്ടെല്ലാം അതാണെന്നല്ല നമുക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതെല്ലാം വാങ്ങൂട്ടോ. അതെല്ലാം എനിക്കിപ്പോൾ ഓർമ്മ വന്നു. അപ്പോൾ ഇന്നും നല്ല ചന്ത ഉണ്ടായിന്. പിന്നെ കമ്മലിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിന് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ടായിന് കമ്മൽ. 30, 50, 100, 120, 150, 200, 250 തുടങ്ങുന്ന അത്രക്കും നല്ല നല്ല കമ്മലിൻ്റെ കളക്ഷൻസ് ഉണ്ടായിന്. പിന്നെ കുറേ തൂക്കിയിടുന്ന സാധനം ഉണ്ടായിന്. ഈ കമ്മൽ മാലയൊന്നും പറയണ്ട. പിന്നെ അത്തറിൻ്റെ ഒരു വലിയ ശേഖരം ഉണ്ടായിന്. ഇപ്പോൾ ഒരു അത്തർ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ഇത് ശിവനും പാർവതീൻ്റെ ഒരു LED വെച്ചിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ എല്ലാം കാണാൻ നല്ല രസമുണ്ടായിന്. ഇനി എനിക്ക് തെയ്യത്തിന് പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് വേറെ കുറച്ച് തിരക്കെല്ലാം ഉണ്ട്. അപ്പം ഇപ്രാവശ്യത്തെ വിഷുക്കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ മല്യോട്ടത്തെ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണുന്നവരെ ചാച്ച ബൈ ബൈ.